ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഇഷ്ടം പോലെ ആൾക്കാരുടെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. എന്താ വെച്ചാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നോർമലി ഫ്രീസ് ആവുന്ന എന്തെങ്കിലും ഉടായ്പ പരിപാടി കാണിച്ചിട്ടായിരിക്കും. ഒന്നെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഈ ഉടായ്പ ഗെയിംസുകളും എന്താ പറയുക, കളർ ട്രേഡിങ് അങ്ങനത്തെ കുറേ ഉടായ്പ ഗെയിംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ. അതൊക്കെ കളിച്ചിട്ട് ക്യാഷ് വന്നിട്ടായിരിക്കും ബ്ലോക്ക് ആവുന്നത്. അല്ലെങ്കിൽ P2P ട്രാൻസാക്ഷൻ, ക്രിപ്റ്റോ എന്താ പറയുക, നമുക്ക് ഇന്ത്യയിൽ ലീഗലല്ലാത്ത ആപ്പിൽ കൂടെ ചെയ്തിട്ടായിരിക്കും ഫ്രീസ് ആവുന്നത്. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സൈബർ ഫ്രോഡിന് ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടിന് ക്യാഷ് വന്നിട്ടായിരിക്കും ഫ്രീസ് ആവുന്നത്. ഈ 3-4 കാര്യങ്ങളിലാണ് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ, അതായത് ഗെയിം കളിച്ചിട്ടും അതുപോലെ തന്നെ ഉടായ്പ സംഭവങ്ങളൊക്കെ കളിച്ചിട്ട് ക്യാഷ് വന്നിട്ട് ഫ്രീസ് ആവണമെങ്കിൽ പിന്നെയും പോട്ടയും വരിക. പക്ഷേ ഇതിൽ കുറേ പേർക്ക് ഇതൊന്നും കളിക്കാണ്ട് തന്നെ എന്താ പറയുക, ഒന്നും അറിയാത്ത ആൾക്കാരുടെ അക്കൗണ്ട് പോലും ഫ്രീസ് ആവും. അതും എന്താ പറയുക, മെയിൻ അക്കൗണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് അക്കൗണ്ട്, അങ്ങനത്തെ കുറേ ആൾക്കാർ, ഇപ്പോൾ സ്മോൾ ബിസിനസ് ആൾക്കാരുടെയൊക്കെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ട് അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇവിടുത്തെ സൈബർ ക്രൈമിൻ്റെ ഒരു ഉടായ്പ്, ഒരു കൂതറ എന്ന് വേണമെങ്കിൽ, കൂതറ സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ അവർ നമ്മളൊരു അക്കൗണ്ടിനെതിരെ കേസ് കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യുക, ശരിക്കും നോർമലി അവർ 7 സ്റ്റെപ്പ് വരെയുള്ള, പക്ഷെ അവർക്ക് 13-12 സ്റ്റെപ്പ് വരെയൊക്കെ ഫ്രീസ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ നോർമലി ഒരു 7 to 8 സ്റ്റെപ്സ് വരെയുള്ള ചെയിൻ ഓഫ് അക്കൗണ്ടുകളാണ് നോർമലി ഒരു ഫ്രീസ് ചെയ്യാറ്. പക്ഷെ ശരിക്കും അവർക്ക് 12-13 വരെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പം അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു സൈബർ അക്കൗണ്ട് ഉണ്ട്. അത് അവരായിരിക്കും പക്ഷേ എല്ലാ സൈബർ ഫ്രോഡുകളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അതിലേക്ക് ക്യാഷ് ഉണ്ടാക്കുന്നത്. അതായത് ഒരാളെ പറ്റിച്ചിട്ട് അവരെ ക്യാഷ് എടുക്കും. ഇപ്പോൾ എന്താ പറയുക, ഹാക്ക് ചെയ്തിട്ട് ക്യാഷ് എടുക്കുമെന്ന് പറയില്ലേ, എടുത്തു. എന്നിട്ട് പിന്നെ അവർ ആ അക്കൗണ്ടിൽ നിന്ന് വേറൊരു ഫ്രോഡിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ആ അക്കൗണ്ടിൽ നിന്ന് വേറൊരു ഫ്രോഡ് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അവിടം വരെ ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക, ഇത് ബാക്കിയുള്ള ഈ സ്റ്റെപ്സുകളുണ്ടല്ലോ, അതായത് ഈ ക്യാഷ് ചിലപ്പോൾ 100 രൂപയായിരിക്കും, ചിലപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് 100 രൂപയായിരിക്കും. വേറൊരു നമ്മുടെ എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് അവർ ചിലപ്പോൾ ഈ ഫ്രോഡ്സ്റ്റർ ആയിരിക്കും കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. എന്നിട്ട് അവർക്ക് UPI ത്രൂ ഇവർക്ക് പേ ചെയ്തു. അപ്പോൾ ഈ ഫ്രോഡ് മണി അവരുടെ അക്കൗണ്ടിലേക്കും പോയി. ചിലപ്പോൾ 100 രൂപ പോയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ 100 രൂപ പോയി. അപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ സൈബർ ക്രൈമിൻ്റെ റൂൾ അനുസരിച്ച്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിൻ്റെ റൂൾ അനുസരിച്ച് അവർക്ക് ഈ 7-8 സ്റ്റെപ്പ് വരെയൊക്കെ ഫ്രീസ് ചെയ്യാം. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഈ ഫ്രോഡ് കാണിച്ച ആളുടെ അക്കൗണ്ടും ഫ്രീസ് ആവും. അതിൽ നിന്ന് പോയി ചെറിയ എമൗണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ലീഗലായിട്ട് തന്നെ എന്തെങ്കിലും ഇപ്പോൾ സാധനം പർച്ചേസ് ചെയ്തിട്ടോ, അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ OLX ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ക്യാഷ് അയച്ചു കൊടുക്കുന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ആളുടെ അക്കൗണ്ട് ഇതേപോലെ ഉടായ്പ കാണിച്ച അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും വിടും. അതാണ് ഇവിടെ ഒരു മെയിൻ പ്രോബ്ലം. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവും. നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഫുൾ ഉണ്ടെങ്കിൽ പിന്നെയും പണി വേളും. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് കുറേ ഇതുപോലെ സ്മോൾ ബിസിനസ് ആൾക്കാരുടെ അക്കൗണ്ട് ഇതുപോലെ ഫ്രീസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ മെയിൻ അക്കൗണ്ടാണ്, അതുകൊണ്ടാണ് അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ആയി, അവർക്ക് എടുക്കാനും പറ്റില്ല, ഡെബിറ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് വരും, പക്ഷേ ഡെബിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ പോയി കൈമാറും. അല്ലെങ്കിൽ അവർ ബാങ്കുകാർ പിന്നാലെ വരും, ബാങ്ക് അക്കൗണ്ട് എടുക്കും, ഇതെടുക്കുക, മാങ്ങെടുക്കുക, ചക്കെടുക്കാൻ വേണ്ടി. ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ഒരു പെണ്ണാക്കും അറിയില്ല. പ്രത്യേകിച്ച് HDFC ബാങ്ക്, ഇന്ത്യയിലത്തെ വലിയ ബാങ്കുകളാണ്. അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പെണ്ണാക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. അവർ സൈബർ പോലീസായിട്ട് കണക്ഷൻ പോലും ചെയ്യില്ല. അല്ലെങ്കിൽ എല്ലാത്തിനും പിന്നാലെ വരുന്ന ആൾക്കാരാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അവർ പോയി കൈമാറും. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നത് സേഫ് ആണോ? അല്ല. ഇപ്പോഴത്തെ സ്ഥിതി വലിയ ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് മാങ്ങ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഒരു സാധനവും സേഫ് അല്ല ബാങ്ക് അക്കൗണ്ടിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ അവസ്ഥ. ആരെ അക്കൗണ്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഫ്രീസ് ആവും. അതും ഫ്രീസിങ് വരുന്നത് എവിടെ നിന്നാ, ചിലപ്പോൾ നമ്മുടെ ഒരു കേരളത്തിലത്തെ ആളുടെ അക്കൗണ്ട് ഫ്രീസിങ് വരുന്നത് ചിലപ്പോൾ മഹാരാഷ്ട്രയിലത്തെ സൈബർ പോലീസ് ആയിരിക്കും. ആരെങ്കിലും ഈ കാശിന് വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്താ പറയുക, ടിക്കറ്റും കാശും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് അത് അൺഫ്രീസ് ആകുമെന്ന് ഉറപ്പുണ്ടോ? അതുമില്ല. അപ്പോൾ ഈ കാശും കളയണം, ആ കാശും കളയണം. അതാണ് അവരുടെ പോളിസി. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കൂല. അപ്പോൾ ഇതിനെതിരെ ആക്ച്വലി നമുക്ക് ആകെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെതിരെ എന്താ പറയുക, ലീഗലി മൂവ് ചെയ്യുക, കോർട്ട് ഓർഡറോ. ശരിക്കും നമ്മുടെ കുറേ സുപ്രീം കോടതി സംഭവങ്ങളൊക്കെ, സുപ്രീം കോർട്ടല്ല, കുറേ നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടുകളും അതുപോലത്തെ കുറേ ഓരോ സ്റ്റേറ്റിലത്തെ കോർട്ടുകളും ഇതിനെതിരെ, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അക്കൗണ്ട് ഫുൾ ഫ്രീസ് ചെയ്യാൻ പാടില്ല, എമൗണ്ട് വന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് ലീൻ എമൗണ്ട് എന്നൊക്കെ പറയില്ല ആ സംഭവം. പക്ഷെ ഇപ്പോഴും കുറേ പേര് ഇതൊന്നല്ല ഫോളോ ചെയ്യണേ. അതിലേക്ക് കുറേ ഉടായ്പകളും നടത്തുന്നുണ്ട്. സൈബർ പോലീസ് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് അൺഫ്രീസ് തരും. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഇടയിലുള്ള ലൂപ്പുകളൊക്കെ വെച്ചിട്ട് ഉമാര് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, 2 സൊല്യൂഷൻ ആകിയുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ ലീഗലി ഇതിനെതിരെ മൂവ് ചെയ്യുക, രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഇതിനെതിരെ ഒരു പ്രിവെൻഷൻ എടുക്കുക. അപ്പോൾ പ്രിവെൻഷൻ എങ്ങനെ എടുക്കുക? ഒരിക്കലും നമ്മുടെ മെയിൻ അക്കൗണ്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ഉപയോഗിക്കരുത്. അതായത് നമ്മുടെ അൺനോൺ ആരെങ്കിലും അക്കൗണ്ടിൽ നിന്ന് കാശ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പർച്ചേസ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കും, എന്നാലും നമ്മൾ മെയിൻ അക്കൗണ്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സെക്കൻഡറി തേർഡറി അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുക. അതാണ് നമുക്ക് ആകെ ചെയ്യാവുന്ന ഒരു പ്രിവെൻഷൻ എന്ന് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ഫ്രീസ് ആവുകയാണെങ്കിൽ ആ അക്കൗണ്ടിൽ ഫ്രീസ് ആവുള്ളൂ.
മെയിൻ അക്കൗണ്ട് ഫ്രീസ് ആവുള്ളൂ, പ്രത്യേകിച്ച് സാലറി വരുന്ന അക്കൗണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രീസ് ആയി കഴിഞ്ഞാൽ പെട്ടു, ഫുൾ പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പിന്നെ ആ കാശുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആ അക്കൗണ്ടിൽ നല്ലൊരു എമൗണ്ട് ക്യാഷ് ഉണ്ട്, അതും പെട്ടു, അതും എടുക്കാൻ പറ്റില്ല. FD ആയാലും അത് എടുക്കാൻ പറ്റില്ല, എന്തായാലും ക്യാഷ് എത്ര ക്യാഷ് ആണെങ്കിലും എടുക്കാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആകെ ഇതിനൊരു വഴിയുള്ള ഇതാണ്, നിങ്ങൾ എന്താ പറയുക, മെയിൻ അക്കൗണ്ട് ഉപയോഗിക്കാണ്ടിരിക്കുക. ഒരാൾ മിനിമം ഒരു 4-5 അക്കൗണ്ട് എടുത്ത് വയ്ക്കുക, എന്നിട്ട് ഒരു 4-5 അക്കൗണ്ടൊക്കെ ഇങ്ങനത്തെ പരിപാടിക്ക് ഉപയോഗിക്കുക. അതായത് ഡെബിറ്റ് ചെയ്യാനോ ക്രെഡിറ്റ് ചെയ്യാനൊക്കെ, അതായത് അൺനോൺ ആൾക്കാർക്കും അതേപോലെ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ മർച്ചൻസിനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ ഉപയോഗിക്കുക. അതായത് രക്ഷയുള്ളതിന്. ഇത് എത്ര കാലം എന്ന് ഫോളോ ഇത് ഇങ്ങനത്തെ ഒരു ഉടായ്പ, ഇതിൽ ഒരു 30% ഉടായ്പാണ് ഈ പോലീസുകാരുടെ, സൈബർ പോലീസുകാരുടെ. അതാണ് വേറെ ഒരു സംഭവം. എന്ന് വെച്ചാൽ എത്ര ആൾക്കാരോടാണ് അവർ കാശ് വെച്ചിരിക്കുന്നത് അറിയോ? കുറേ ആൾക്കാർ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമ ന്യൂസ് അടക്കാണ്ട് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർ അന്വേഷിച്ച് പോയപ്പോൾ അവർ കാശ് വയ്ക്കുന്നു പറഞ്ഞിട്ട്. ഗുജറാത്ത് സൈബർ പോലീസോ എന്തോയിട്ട് കറക്റ്റായിട്ട് അറിയില്ല, ഞാനത് ന്യൂസിൽ കണ്ടതാണ്, ഞാൻ ന്യൂസിൽ കണ്ട റിയൽസ് ആണ് പറയുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസാണ്, ഇത് ആർക്കെതിരെ സംഭവം ഒന്നല്ല കേട്ടോ, ഇത് ഡിസ്ക്ലൈമർ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. നമുക്ക് ആക്ച്വലി നമ്മുടെ ഹാർഡ് ഏൺ ചെയ്ത മണിയല്ല പോകുന്നത്. അപ്പോൾ ഇതിന് ഇവരെ ഒന്നെങ്കിൽ എല്ലാവരും കൂടി നമ്മളിപ്പോൾ ഈ കമ്പനിക്കാരൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ എത്ര ആൾക്കാരാണ് ഇന്ത്യയിലെ ആൾക്കാരെ എക്സ്പ്ലോർട്ട് ചെയ്ത് കളിക്കുകയാണ്. ഗവൺമെൻറ് ആയിക്കോട്ടെ, എല്ലാ സംഭവം ആയിക്കോട്ടെ, ഇതിനെതിരെ ഇവിടുത്തെ ആൾക്കാരെന്താ വായും പൊത്തി കണ്ണും പൊട്ടിയിരിക്കും. അത് കാരണം പിന്നെയും എക്സ്പ്ലോർട്ട് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ കൺസ്യൂമർ കോർട്ട് റൂളായിക്കോട്ടെ, അതും വലിയ കാര്യമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പം. അത് പോയാൽ തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞാൽ അത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ കോടതി സംഭവങ്ങളൊക്കെ. പക്ഷെ കിട്ടുന്നുണ്ട് കുറേ പേർക്ക്. ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെ കേസ് കൊടുത്തിട്ട് ഇഷ്ടംപോലെ അവർക്ക് ഫേവറായിട്ട് കുറേ റൂൾസുകൾ നല്ല അവർക്ക് ഫേവറായിട്ടുള്ള കുറേ ഓർഡർ വരുന്നുണ്ട്, അവർക്ക് കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ലെങ്തിയാണ്. അവർക്ക് കമ്പനികൾക്ക് ഇതുപോലെ ഉടായ്പ നടത്തുന്ന ആൾക്കാർക്ക് ഒന്നും ഒരു പേടിയില്ല നമ്മുടെ സിസ്റ്റത്തിനെ. നിങ്ങൾ സിനിമേൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, എന്നാ പോയി കേസ് ഇടുക, അതാണ് അവസ്ഥ. ശരിക്കുള്ള അവസ്ഥയാണ് അതാ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ രക്ഷയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് നമ്മുടെ ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവരെന്ത് വാങ്ങിയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ല. ഇവിടുത്തെ ആൾക്കാരെ കൊള്ളാത്തത് കൊണ്ട് തന്നെയെന്ന് പറയേണ്ടി വരും, അല്ലാണ്ട് ഇതിന് വേറെ ഉത്തരവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി വീഡിയോയിൽ പറഞ്ഞാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ നോർമലി അല്ലെങ്കിൽ ഇത് ഒരാളായിട്ട് പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. വേറെ കാര്യം എല്ലാവരും കൂടി പറഞ്ഞാലേ എല്ലാ കാര്യമുള്ളൂ. കുറേ പേർക്ക് ഇത് അറിയ പോലും ഇല്ല, അത് വേറെ കാര്യം. കുറേ പേർക്ക് ഡെയിലി വ്ളോഗും അങ്ങനത്തെ കൂതറ സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ മതിയല്ലോ, അവന് പറഞ്ഞിട്ട് തരില്ല. എന്ന് വെച്ചാൽ നല്ല പണി കിട്ടുമ്പോൾ പിന്നെയും ചോദിച്ചു വരിക, അതിന് പോട്ടെ, പറഞ്ഞിട്ട് തരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം.